ഹലോ, ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിലും വളരെ ഹെൽത്തി ആയിട്ടും നമ്മൾ ഇന്നൊരു സിമ്പിളായിട്ട് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അവിലാണ് എടുക്കുന്നത് കേട്ടോ. ഇത് മട്ട അവിലാണ്. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്ത അവിലും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. 2.5 കപ്പോളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ളതാണ് ഈ ഒരു മട്ട അവിൽ. ഇതൊരു 5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. വളരെ തിന്നായിട്ടുള്ള മട്ട അവിൽ എടുക്കരുത്. ഇത് കുറച്ച് കനമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നല്ല കളറായിട്ട് കിട്ടുകയും ചെയ്യും. ഇതൊന്ന് കുതിർന്ന് വരികയും ചെയ്യും. നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം വെള്ളം വാർത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് അത് നന്നായിട്ട് കുതിർന്ന് വരും. ഞാനിവിടെ അരിപ്പ പാത്രത്തിലേക്ക് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 സ്പൂണോളം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കറുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഈ കറുത്ത എള്ളാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. കറുത്ത എള്ളും നിലക്കടലയൊക്കെ നമുക്ക് ശരീരത്തിനും അതുപോലെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കറുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരി ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അത് ഞാനൊരു 8-10 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ കടലയും കറുത്ത എള്ളൊക്കെ ഉണ്ടല്ലോ, നിലക്കടല, ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നാൽ മാത്രമാണ് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരും കേട്ടോ. അപ്പോൾ മുന്തിരിയൊക്കെ ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഒരു 3 പച്ചമുളക്, കുറച്ച് എരിവുള്ളത് എടുക്കണം കേട്ടോ. 3 പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞതും 1 സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചി സവാളയൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതുപോലെ വഴറ്റി കൊടുക്കണം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണേ. അപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒരു മീഡിയം ക്യാരറ്റ് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ക്യാരറ്റ് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെയും കൂടെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഒത്തിരി ഇങ്ങനെ വഴന്ന് കളറൊന്നും മാറി വരുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ ക്യാരറ്റ് ഒന്ന് ഹാഫ് കുക്കായാൽ മതി. ആ ഒരു രീതിയിലാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഞാനിതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ട് ഇവിടെ ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം വാർത്ത് അരിപ്പ പാത്രത്തിൽ മാറ്റി വെച്ചിരുന്ന അവിലാണ്. ഇത് മട്ട അവിലാണ് കേട്ടോ. ഇതൊന്ന് വെള്ളത്തിലിട്ടാലും അതുപോലെ തന്നെ വെള്ളം വാർത്ത് വെച്ചാലും ഒന്നും ഇത് പൊടിഞ്ഞ് പോകുമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇരിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണേ. ഇനി ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഓൾറെഡി നല്ലോണം ഇത് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ വെജിറ്റബിളിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ഇതിൽ പിടിച്ച് വരണം. നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇത് എത്ര ഇളക്കി കൊടുക്കുമോ അത്രയും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് യോജിച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് മതിയാവും. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടാൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചിരവിയെടുത്തതാണ്. തേങ്ങ
ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല രുചിയാണ് കേട്ടോ. ഇത് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കാം. ഇത് കാലത്തും കഴിക്കാം, വൈകുന്നേരം ഇതുപോലെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റും. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒത്തിരി ഒന്നും ഇട്ട് ഇളക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.